ശിവസ്നേഹമുള്ളവരെ, വിശുദ്ധ വാരത്തിലെ തിങ്കളാഴ്ച നമ്മൾ ഒരു ശ്രമത്തിലാണ് ഈ ശരീരത്തെ ശുദ്ധീകരിക്കാൻ. ഈ ശരീര ദൈവത്തിന്റെ ആലയമാണ്, അത് തന്നെയാണ് ഈശോയുടെ ആഗ്രഹവും. അപ്പോൾ ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്കറിയാലോ, ഈശോയുടെ ആലയത്തിൽ എപ്പോഴും നടക്കേണ്ടത് ആരാധനയാണ്. ആരാധനയാണെങ്കിൽ ആരാധനയെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? റോമ 12:1, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. അതാണ് യഥാർത്ഥമായ ആരാധന. അതായത് എൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ശുദ്ധതയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന. അതേ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. ഒത്തിരി പേര് ധ്യാനമൊക്കെ കൂടിയിട്ട് ഒത്തിരി തെറ്റായ ശീലങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. അവര് ഒരു 2 മാസം 2 ആഴ്ച കഴിയും അതുപോലെ തന്നെ തിരിച്ചു വരുന്ന അച്ഛൻ വീട് പോയെന്ന് പറയുന്നതും കാണുന്നുണ്ട്. കാരണം എന്തായിരിക്കും? നമ്മൾ തിന്മയെ ഉപേക്ഷിക്കുന്നുണ്ട്, പക്ഷെ നന്മ ചെയ്യുന്നില്ല. അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന നന്മ ചെയ്യാത്തിടത്തോളം കാലം ഈ തിന്മയുടെ വേര് നമ്മളിൽ നിന്ന് പറഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. അശുദ്ധാത്മാവ് വിട്ടുപോയാൽ ആ ഏരിയ, ആ വീട് കാരിയായി കിടക്കുന്ന ഈശോ പറഞ്ഞിട്ടില്ലേ? അപ്പം എന്ത് ചെയ്യണം? ആ കാരിയായി അതിനെ ഇടരുത്. അതിന് ഓപ്പോസിറ്റ് നന്മ കൊണ്ട് നിറച്ചാൽ മാത്രമേ വീണ്ടും പിശാച് തിരിച്ചു വരുമ്പോൾ കാരിയായി കിടക്കാത്തത് കാണുകയും അങ്ങോട്ട് വരാതിരിക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ പാലിക്കാനായിട്ട് ശ്രമിക്കാം. അതിന് നമ്മൾ ആരംഭിക്കുന്നത് കണ്ണിൽ നിന്നാണ്. ലൂക്കാ 11 നമ്മൾ വായിക്കും, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റം വരുത്തെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. നമുക്കറിയാമല്ലോ, ജന്മന അന്ധനായിട്ടുള്ള ഒരാളോട് നീല കളറിനെ കൂടി ചിന്തിക്കാനൊക്കെ പറഞ്ഞാൽ അങ്ങേർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം കണ്ടിട്ടില്ല. എൻ്റെ ചിന്ത പോലെ എൻ്റെ കണ്ണിലാണ് വേരുറച്ചിരിക്കുന്നത്. അതായത് ഞാൻ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഭാവനയിൽ കൊണ്ടുവരാനോ പലപ്പോഴും നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചീത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ കണ്ണിനെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എന്ത് ചെയ്യണം? എൻ്റെ കണ്ണിനെ ചീത്തശീലങ്ങൾ കാണുന്നത് നിർത്തുക എന്നതോടൊപ്പം തന്നെ നല്ലത് കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ എൻ്റെ കണ്ണിന് ഞാൻ ഡേറ്റ കൊടുക്കും. അപ്പോൾ എളുപ്പമാണ്. പിശാച് പ്രലോഭിപ്പിക്കുമ്പം പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്താൻ എളുപ്പമാണ്. ഇത് പിശാച് പ്രലോഭിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നല്ല കാര്യങ്ങളൊന്നും ഒരു ഡേറ്റയായിട്ട് എൻ്റെ ഉള്ളിലില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പ്രലോഭനങ്ങളെ ജയിക്കാൻ പറ്റുക? അതുകൊണ്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 13 വായിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുകൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ള. അതായത് ശിഷ്യന്മാരോട് പറയുന്നത്, ശിഷ്യന്മാരെ കണ്ടുകൊണ്ടിരുന്നത് ഈശോയാണ്. അപ്പം ഈശോയെ കാണുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം ഉള്ളൊരു കാര്യമാണ്. അതുപോലെയാണ് നമ്മൾ കാണുന്നതാണ് സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അതായത് എൻ്റെ കണ്ണ് ശുദ്ധീകരിക്കുമ്പം എൻ്റെ ശരീരം മുഴുവൻ ശുദ്ധിയുള്ളതാക്കാൻ പറ്റും. എനിക്ക് ഒരു ഭാഗ്യം കൈവരും. അത് കൈവരണമെങ്കിൽ ഞാൻ ഈശോയെ നോക്കണം. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും കാണുന്നില്ല. ആവശ്യമില്ലാത്ത ആരെയും വീഡിയോ കോളുകൾ നമ്മൾ വിളിക്കേണ്ടതേ. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത് നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ ഈശോയുടെ ദിവ്യകാരുണ്യത്തിൽ നോക്കിയിരിക്കണം. കണ്ണടച്ച് പ്രാർത്ഥിക്കരുത്, കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. അതുപോലെ ഈ കോമഡിയൊക്കെ കാണുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് നല്ല ഭക്തിയുള്ള, ഇപ്പോൾ വിശുദ്ധമായിട്ടുള്ള സിനിമകൾ, അങ്ങനെയുള്ള ഈശോയുടെ ഡേറ്റ തരുന്ന കാര്യങ്ങൾ മാത്രം കാണുക. ചുമ്മാ കണ്ടാൽ പോരാ, പ്രാർത്ഥിക്കണം. ദൈവമേ, ഏത് കണ്ണുകൊണ്ട് ഞാൻ അശുദ്ധി കണ്ടോ ആ കണ്ണുകൊണ്ട് ഇപ്പോൾ നിന്നെ കാണുകയാണ്, വിശുദ്ധമായ കാര്യങ്ങൾ കാണുകയാണ്. എൻ്റെ കണ്ണിൽ നിറയണമേ. കണ്ണ് ശുദ്ധിയുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.